ഞാനെൻ്റെ കൊച്ചുനാൾ തൊട്ടേ സിനിമ കാണാൻ തുടങ്ങിയത്. ഓർമ്മ ശരിയാണെങ്കിൽ ഒരു LKG തൊട്ട് കാണാൻ തുടങ്ങിയത്. ആ സമയത്ത് പല CDs ഒക്കെ DVD ഒക്കെ ഇടയൊക്കെ കാലമായിരുന്നു. അപ്പോൾ CD മൂസ, മിഥുനം, അങ്ങനെ പല പല സിനിമകളുടെ CD-കളൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ആ സിനിമകൾ കണ്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത്. പിന്നെ TV-യിൽ ഓണം വരുമ്പോഴും, വിഷു വരുമ്പോഴും, ക്രിസ്മസ് വരുമ്പോഴും ഓരോരോ സിനിമകൾ നമുക്ക് ഇതുവരെ TV-യിൽ കാണാൻ പറ്റും. കൊച്ചിൽ എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ റീവാച്ച് ചെയ്ത സിനിമ എന്ന് പറയുന്നത് CID മൂസയാണ്. ഒരു 10-20 വട്ടമെങ്കിലും ആ CD തേഞ്ഞു പോകുന്നവരെ ഞാൻ ആ പടം TV-യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. സിനിമ എനിക്ക് ഭയങ്കര പേഴ്സണലാണ്. പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മളൊക്കെ വളർന്നു വന്നതും നമ്മുടെ കൾച്ചറിലും നമ്മുടെ ലൈഫിലും ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തൊരു പോർഷൻ തന്നെയാണ് സിനിമ. പക്ഷേ ഇപ്പോൾ പറയപ്പെടുന്നത്, അതായത് സിനിമ വളരെ മോശം രീതിയിലാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും വളരെ നെഗറ്റീവ് ആസ്പെക്റ്റിലോട്ടാണ് സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. പക്ഷെ അതിലൊരു സത്യവും ഇല്ല എന്നുള്ളതാണ് കാര്യം. കാരണം അങ്ങനെ മോശമായി പോകുന്നെങ്കിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് സിനിമകളിൽ. മോശമായിട്ടുള്ള വില്ലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും കണ്ട് ആരും അങ്ങനെ മോശമായി പോയിട്ടില്ല. ഒരു സിനിമ കണ്ട് അതിൽ എന്ത് ഇൻഫ്ലുവൻസ്ഡ് ആവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. അതിപ്പോൾ എന്ത് കണ്ട് വേണോ ഇൻഫ്ലുവൻസ്ഡ് ആവാം. ഇപ്പോൾ ഒരു ഇൻസ്പിറേഷണൽ മൂവി ആയിട്ടുള്ള ഇപ്പോൾ സൂര്യ പോട്ട് പോലുള്ളൊരു ഇൻസ്പിറേഷൻ മൂവി കണ്ട് അത് കണ്ട് ഇൻസ്പയർഡായി നമുക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയി നമുക്ക് ജീവിക്കാം. അതേസമയം ഏതെങ്കിലും നെഗറ്റീവ് ക്യാരക്ടർ കണ്ട് അത് എങ്ങനെയാണോ ഒരു കൊലപാതകം ചെയ്തതെന്നോ അതൊക്കെ കണ്ട് നമുക്ക് ഇൻസ്പയർഡായി അങ്ങനെയും ചെയ്യാം. പക്ഷെ ബുദ്ധിയും വിവരവും ബോധമുള്ള ആളുകൾ കാണുമ്പോൾ നല്ലൊരു സൈഡ് മാത്രമേ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ ചാൻസ് ഉള്ളൂ. കാരണം നല്ല ആസ്പെക്റ്റുകൾ എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. അതൊരു കഥയായിട്ട്, ഒരു സിനിമയായിട്ട് കാണുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ എന്താ പറയുക, നെഗറ്റീവ് കാര്യങ്ങൾ, ഡ്രഗ്സും വയലൻസും ഒക്കെ സിനിമയിൽ കാണിക്കുന്നത് കൊണ്ട് സിനിമ ആളുകളെ മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും ഇവിടെ നിർത്തേണ്ടി വരും, അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നെങ്കിൽ. കാരണം സിനിമയിൽ ഒരു കൊലപാതകം കണ്ടിട്ടല്ല ആരും പോയി ഒരു കൊലപാതകം ചെയ്യുന്നത്. ആദ്യം അവർക്ക് തോന്നുമ്പോൾ, അവരുടെ മാനസിക നില തെറ്റുമ്പോഴും പല കാരണങ്ങൾ കൊണ്ടാണ് അവർ കൊലപാതകം ചെയ്യുന്നത്. അല്ലാണ്ട് സിനിമ കണ്ടുകൊണ്ട് ഒരാൾ കൊലപാതകം ചെയ്യണമെന്നില്ല. ഇപ്പൊ മാർക്കോ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു അത് ഭയങ്കര വയലൻസ് കൂടിപ്പോയി, അത് ഭയങ്കര വയലൻസ് ഉള്ള ഒരു സിനിമയാണ്, അതുകൊണ്ട് എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പ്രൊമോഷൻ ടീം തന്നെ പറഞ്ഞിട്ടുണ്ട് മാർക്കോ ഒരു വയലന്റ് മൂവി ആണെന്ന് തന്നെ. അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ തർക്കിക്കാനില്ല. അതിൽ വയലന്റ് മൂവിയാണ്, മോസ്റ്റ് വയലന്റ് മൂവി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ പോയിട്ട് വയലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പം അങ്ങനത്തെ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർ കാണാം. ഇതേ ആൾക്കാർ തന്നെ ഇപ്പോൾ കൊറിയൻ ഫിലിംസും ഇംഗ്ലീഷ് വയലന്റ് മൂവീസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയാന്നറിയില്ല. അപ്പോൾ അങ്ങനെ വയലന്റ് സിനിമ കാണാൻ താല്പര്യമുള്ളവർ അത് പോയി കാണുക, അല്ലാത്തവർ കാണാതിരിക്കുക. അതിനാണല്ലോ A-rated സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ സിനിമയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ആ ടൈപ്പ് ഓഫ് മൂവീസ് കാണുക, അല്ലാത്തവർ കാണാതിരിക്കുക. പിന്നെ ഡ്രഗ്സിലോട്ട് വരുമ്പോൾ ഇപ്പോൾ പല സിനിമകളിലും നമ്മൾ ഇപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒന്നിലും ഗ്ലോറിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി സിനിമയാണ്. കുഞ്ചാക്കോ ബോബനും അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് ചെയ്തൊരു സിനിമയാണ്. വളരെ സോഷ്യലി റെലവൻറ്റും കൂടെ ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം അതിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, എന്തൊക്കെയാണ് എൻ്റെ ഒരു പിന്നിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന എത്ര പേരുണ്ട്? ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അത്ര ഇമോഷണലി ഇമ്പാക്ട്ഫുൾ ആയിട്ടാണ് ആ ഒരു സിനിമയിൽ ആ ഒരു പോർഷൻസ് എല്ലാം കാണിച്ചിരിക്കുന്നതിന്. എന്തുകൊണ്ട് നമ്മളത് യൂസ് ചെയ്തുവിടാന്ന് വളരെ കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രീച്ചിങ് ലെവലിലും അല്ല കാണിക്കുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, സിനിമ കാരണം ആരും മോശമായി പോവില്ല. അതിൽ നമ്മളാണ് തീരുമാനിക്കുന്നത്. ഒരു സിനിമ കാണുമ്പോൾ അതിൽ എന്ത് നമുക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവണം, എന്ത് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരണം, അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരു സിനിമയും മോശം സിനിമയല്ല. ഒരു സിനിമ കണ്ട് ആരും മോശക്കാരും ആവുന്നില്ല. സിനിമ നമുക്ക് കണ്ട് എൻജോയ് ചെയ്ത് നമ്മുടെ ലൈഫ് അടിപൊളിയാക്കാനുള്ളൊരു എന്റർടൈൻമെന്റ് സോഴ്സ് മാത്രമാണ് സിനിമ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ സിനിമയിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും പല കാര്യങ്ങളും ലോകത്തിനെ പറ്റിയും പല ലാംഗ്വേജിനെ പറ്റിയും ഒക്കെ പഠിക്കുന്നത് ഒരു സിനിമ കണ്ടിട്ടാണ്. അപ്പോൾ സിനിമ ഒരിക്കലും ഒരു മോശം വീഡിയോ അല്ല, അത് ആരെയും മോശക്കാരും ആക്കുന്നില്ല. സോ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സിനിമ, ലൈഫ് സ്റ്റൈൽ, ഈ ടോപ്പിക്സിനെ പറ്റിയുള്ള വീഡിയോസ് ഉറപ്പായിട്ടും ഈ ചാനലിൽ വരുന്നുണ്ടാവും. സോ താങ്ക് യു.